ബോംബുണ്ടാക്കിയപ്പോൾ പൊട്ടിത്തെറിച്ച് മരിച്ചവർ രക്തസാക്ഷികൾ. 2015 ജൂൺ 6 കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ ചേട്ടക്കണ്ടിയിൽ ബോംബുണ്ടാക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് മരിച്ച ഷൈജു, സുബീഷ് എന്നീ യുവാക്കൾക്ക് തെക്കുമുറി AKG നഗറിൽ രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചുകൊണ്ട് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM കലാപത്തിന് ആയുധമുണ്ടാക്കുന്നവർക്കും ദിവ്യപരിവേഷം ചാർത്തുന്നു. അക്കാലത്തെ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ് കൊല്ലപ്പെട്ടവർ എന്ന് നടത്തിയ പരസ്യ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പിൻഗാമി ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മെയ് 22 സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. അവസാനം ബോധോദയം ഉണ്ടായിട്ടോ മറ്റോ ആവണം പിൻവാങ്ങി. പകരം ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ആ കൃത്യം നിർവഹിച്ചു. പാർട്ടി പറഞ്ഞതു കേട്ട ഈയാമ്പാറ്റകളെ പോലെ ജീവൻ ഹോമിച്ച ആ യുവാക്കളോടും അവരുടെ കുടുംബത്തോടും ഉള്ള എല്ലാ കണ്ണീരും അർപ്പിച്ചു പറയട്ടെ, ഇത്തരം കൃത്യങ്ങൾ വളരെ മോശമായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. കിഴക്കേ ചെട്ടങ്കണ്ടിയിൽ മലമുകളിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ് അവർ ബോംബ് നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നത്. നിർമ്മിച്ചുകൊണ്ടിരിക്കെ ഉണ്ടായ അപകടത്തിൽ 2 പേരുടെ മരണത്തോടൊപ്പം 4 പേർക്ക് പരിക്കും പറ്റി. തങ്ങളുടെ സ്മാരക നിർമ്മാണത്തെ ന്യായീകരിക്കുവാൻ ജയരാജന്മാർ മുന്നോട്ട് വെച്ച ന്യായങ്ങളിലൊന്ന് 2002 ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച RSSകാരായ അശ്വിനും സുരേന്ദ്രനും വേണ്ടി അവർ സ്മാരകം പണിതില്ലേ എന്ന ചോദ്യമാണ്. അതിൽ ഒരു സത്യവുമുണ്ട്. എങ്കിലും സ്മാരകം സംബന്ധിച്ച ചോദ്യങ്ങൾ നേരിടുമ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ആകെ കൂടി ഒരു വൈക്ലഭ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, തീരുമാനം എടുത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ്. പക്ഷേ ഇവരെ രക്തസാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തി പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ രക്തസാക്ഷി പ്രമേയം പാസാക്കിയത് ഗോവിന്ദനും കൂടിയായിരുന്നു. ഇക്കാര്യത്തിൽ P ജയരാജൻ കുറെ കൂടി സത്യസന്ധനാണ്. കോടിയേരി തള്ളിപ്പറഞ്ഞെങ്കിലും അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന P ജയരാജൻ അന്നും അതിന് തയ്യാറായില്ല. അന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങിയത് അദ്ദേഹമാണ്. പാർട്ടി ഭൂമിയിലാണ് സംസ്കരിച്ചതും കേസ് നടത്തിയതും പാർട്ടിയാണ്. അവർ രക്തസാക്ഷികളാണ്. ഇക്കുറി വിവാദം വന്നപ്പോഴും P ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ തീർത്തു പറഞ്ഞു. വിവാദം ഉണ്ടാക്കുന്നതിന് ജയരാജൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. 2016 സ്മാരക ഫണ്ട് സമാഹരണം തുടങ്ങി. എല്ലാം പാർട്ടി അറിഞ്ഞ്. സ്മാരകം ഉദ്ഘാടനം ചെയ്യുമ്പോൾ MV ജയരാജൻ ഓർമ്മിപ്പിച്ചു, കഴിഞ്ഞ 9 വർഷമായും ഇവരുടെ ചരമദിനത്തിൽ പാർട്ടി അനുസ്മരണം നടത്തുന്നുണ്ടായിരുന്നു. ഇതിലൂടെ CPM സമ്മതിക്കുന്ന ഒരു സത്യം, പാർട്ടിക്ക് വേണ്ടിയാണ് അവർ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്നത് എന്നല്ലേ? അങ്ങനെ ചെയ്യുന്ന പാർട്ടിയുടെ സർക്കാരിന് എങ്ങനെ നാട്ടിൽ സായുധ വിപ്ലവത്തിന് ആയുധം സ്വരൂപിക്കുന്നവർക്കെതിരെ എങ്ങനെ വിരൽ അനക്കാനാവും? അവരെല്ലാം ഒരേ തുവൽ പക്ഷികളല്ലേ? റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് ഹരിഹരന്റെ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞതുപോലുള്ളതോ അതിലും മാരകമായതോ ആയ എത്രമാത്രം ബോംബുകൾ അവരുടെ ആയുധപ്പുരയിൽ ഉണ്ടാവും? സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയുടെ പാർട്ടി നടത്തുന്ന ആയുധ നിർമ്മാണത്തെക്കുറിച്ച് കേരള പോലീസ് അന്വേഷിച്ചതുകൊണ്ട് വലിയ കാര്യമില്ലെന്നതിനാൽ കേന്ദ്ര പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ? കണ്ണൂരിലാകെ വ്യാപകമായ പരിശോധന നടത്തേണ്ടതല്ലേ? NIA-യോ CBI-യോ അന്വേഷിക്കട്ടെ. ഈ ആയുധം കൊണ്ട് ഏറ്റവും അപകട സാധ്യതയുള്ള BJP എങ്കിലും അവർക്ക് സ്വാധീനമുള്ള കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടതല്ലേ? അത്തരമൊരു അന്വേഷണം നടന്നാൽ അവരും പിടിയിലാവും എന്നതാവുമോ സാമൂഹിക യാഥാർത്ഥ്യം? ജയരാജന്മാർ പറഞ്ഞത് കേട്ടാൽ അങ്ങനെ തോന്നും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരികൊണ്ടിരിക്കെ ഏപ്രിൽ 5 പാനൂരിൽ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കെ ഉണ്ടായ സ്ഫോടനത്തിൽ ഷെറിൻ എന്ന യുവാവ് കൊല്ലപ്പെട്ടു. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് കോൺഗ്രസ് അത് വലിയ വിഷയമാക്കി. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പിറ്റേന്ന് വടകരയിൽ സമാധാന റാലി നടത്തി. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് KK രമ ഒഞ്ചിയം സംഭവങ്ങളുടെ ഓർമ്മ ഉയർത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശനും AICC സെക്രട്ടറി KC വേണുഗോപാലും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ ബോംബ് നിർമ്മാണ രാഷ്ട്രീയത്തെക്കുറിച്ച് രംഗത്തെത്തി. ഇടത് സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ വലിയ തരംഗമായി ആ സംഭവം മാറുന്ന മട്ടായി. ശൈലജ പറഞ്ഞു, ബോംബുണ്ടാക്കിയവർക്ക് പാർട്ടിയുമായി ബന്ധമില്ല. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും പൊയിലൂർ LC അംഗം A അശോകനും ഷെറിന്റെ വീട്ടിൽ ഓടിയെത്തി. അത് പുറത്തായപ്പോൾ അയൽപക്ക സ്നേഹം കൊണ്ട് എത്തിയതാണെന്ന് പാർട്ടി വിശദീകരിച്ചു.
സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനും പരിക്കേറ്റ വിനീഷും CPM-കാരെ തല്ലിയതിന് കുറെ കാലം മുമ്പ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണെന്നും വിശദീകരണം വന്നു. അവർക്ക് പാർട്ടി ബന്ധമില്ലെന്ന് അവകാശപ്പെട്ട ശൈലജ സംഭവം കേട്ട് സഖാക്കൾ ഓടിയെത്തിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് പരിശോധിക്കണം എന്ന് പറഞ്ഞു. ബോംബുണ്ടാക്കിയവരുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് P. ജയരാജനും MV ഗോവിന്ദനും തീർത്തു പറഞ്ഞു. ആലപ്പുഴയിലായിരുന്ന പിണറായി പോലീസ് സൂക്ഷ്മമായി അന്വേഷിക്കും എന്ന് മാത്രം പറഞ്ഞു. പിന്നീട് അദ്ദേഹവും അവർക്ക് പാർട്ടി ബന്ധം ഇല്ലെന്ന് തീർത്തു പറഞ്ഞു. പോലീസ് എടുത്ത കേസിൽ ഏതാനും സഖാക്കൾ പ്രതിയായതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കുവാൻ ഓടിക്കൂടിയവരെ പ്രതികളാക്കുകയായിരുന്നു എന്ന് നേരത്തെ കണ്ണൂർ നേതാക്കൾ പറഞ്ഞ ന്യായീകരണം മുഖ്യമന്ത്രിയും ആവർത്തിച്ചു. നവകേരള സദസ്സിന്റെ വാഹനത്തെ കരിങ്കൊടി കാണിച്ചവരെ ഹെൽമറ്റിനും പൂച്ചെട്ടിക്കും ഇടിച്ചവരെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയിൽ നിന്നും കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കാനാവുക? പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു, CPM ഒരു അന്താരാഷ്ട്ര ഭീകര സംഘം ആയിരിക്കുന്നു. കൊല്ലണ്ടവരെ നിശ്ചയിക്കുന്നു, ആയുധം ഉണ്ടാക്കുന്നു, കൊല്ലാനുള്ളവരെ തീരുമാനിക്കുന്നു. അദ്ദേഹം കുറ്റപ്പെടുത്തി. സഖാക്കൾ പറഞ്ഞതെല്ലാം കേട്ടെങ്കിലും അരിയാഹാരം കഴിക്കുന്ന ആരും അതെല്ലാം വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ഈ സ്മാരകം കൂടി വന്നതോടെ സത്യം ഒരിക്കൽ കൂടി മറനീക്കി പുറത്തു വരുന്നു. അപ്പോൾ പാനൂരിലെ പുതിയ സ്മാരകം മാർക്സിസ്റ്റ് കപടമുഖം ഒരിക്കൽ കൂടി അഴിച്ചു വീഴ്ത്തുകയാണോ അതെയോ സത്യം കൂടുതൽ പ്രകാശിതമാക്കുകയാണോ ചെയ്യുക? മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി സ്വയം ജീവൻ അർപ്പിക്കുന്നവരാണ് രക്തസാക്ഷികൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമല്ല രക്തസാക്ഷികൾ ഉള്ളത്. ജീവൻ തൃണവൽക്കരിച്ച് പ്രസ്ഥാനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളിലെല്ലാം രക്തസാക്ഷികളുണ്ട്. അവരുടെ ഓർമ്മ പുണ്യപ്പെടുത്തുന്നതാണ്. അവരുടെ കൂട്ടത്തിലേക്ക് മറ്റുള്ളവരെ കൊല്ലുവാൻ ബോംബുണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ അത് പൊട്ടി മരിക്കുന്നവരെയും ചേർക്കുന്നത് രക്തസാക്ഷികളെ അപമാനിക്കലാണ്. CPM-ന്റെ താരനേതാക്കളായ EP ജയരാജനും P. ജയരാജനും എതിരെ ഈയിടെ ഉണ്ടായ ഹൈക്കോടതി വിധികൾ അവരുടെ ജീവന് നേരെ ഉയർന്ന ഭീഷണികളെക്കുറിച്ച്, അവർ നടത്തുന്ന അവകാശവാദങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് പൊതുജനത്തിന് കൃത്യമായ സാക്ഷ്യം നൽകുന്നു. അവരുടെ പരാതികൾ കോടതികൾ തള്ളിയതുപോലെയായി. ഇടതുമുന്നണി കൺവീനർ EP ജയരാജനാണ് ഒരാൾ. അദ്ദേഹം വെടിയുണ്ടയുമായി നടക്കുന്നവൻ എന്ന് സ്വയം അവകാശപ്പെടാറുണ്ട്. അത് കളവാണെന്ന് കോൺഗ്രസ് നേതാവ് K. സുധാകരൻ പറയാറുണ്ട്. പക്ഷേ ഓങ്കോൾ സംഭവം അറിഞ്ഞിട്ടുള്ളവർ ജയരാജൻ പറയുന്നത് വിശ്വസിക്കുന്നു. വെടിയുണ്ട കാണിക്കാമോ എന്ന് സുധാകരൻ വെല്ലുവിളിക്കുമ്പോൾ തലയിൽ എവിടെ തുളച്ചു കയറിയ ശസ്ത്രക്രിയ നടത്തി പുറത്തെടുക്കാനാവില്ലെന്ന് പറയുന്ന ആ ഉണ്ട അവിടെ നിന്നും എടുത്ത് എങ്ങനെ കാണിക്കും എന്ന് സംശയിക്കാറുണ്ട്. എന്നാൽ ശരീരത്തിലിരുന്ന് അത് അലിഞ്ഞുപോയി എന്ന് ജയരാജൻ പറയുമ്പോൾ അങ്ങനെ സംഭവിക്കുമോ എന്ന് സംശയിക്കുന്നു. 1995 ഏപ്രിൽ 12-ന് ചണ്ഡീഗഡിൽ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങിയപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഒങ്കോളിൽ വെച്ചാണ് തീവണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന EP-ക്ക് വെടിയേറ്റത്. ആയുധ നിയമപ്രകാരം ആന്ധ്രയിലെ ചിരാല റെയിൽവേ പോലീസ് കേസ് അന്വേഷിച്ചു. പേട്ട ദിനേശൻ, വിക്രം, ചലിൽ, ശശി എന്നിവരായിരുന്നു പ്രതികൾ. ആന്ധ്രയിലെ സെഷൻസ് കോടതി പ്രതികളെ ശിക്ഷിച്ചു. എന്നാൽ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി. തിരുവനന്തപുരത്ത് പ്രതികൾ K. സുധാകരനുമായി ഗൂഢാലോചന നടത്തി എന്ന കുറ്റപത്രത്തിലെ ആരോപണത്തിൽ നിന്നും തന്നെ കുറ്റവിമുക്തനാക്കണമെന്ന് സുധാകരന്റെ ആവശ്യം സെഷൻസ് കോടതി 2016-ൽ തള്ളി. ഈ സംഭവത്തിൽ EP ജയരാജൻ കേരളത്തിൽ തമ്പാനൂരിൽ സ്വകാര്യ അന്യായം നൽകി. ചിരാൽ പോലീസ് രജിസ്റ്റർ ചെയ്ത അതേ വകുപ്പുകൾ വെച്ച് പോലീസ് കേസെടുത്തു. ഒരു കേസിൽ 2 FIR പറ്റില്ല എന്ന കാരണം പറഞ്ഞ് ഹൈക്കോടതി കേസ് തള്ളി. അപ്പീലിനും പോകുന്നു എന്നാണ് ജയരാജൻ പറയുന്നത്. ജയരാജൻ പറയുന്നത് കള്ളമാണെന്ന് കോടതി പറഞ്ഞില്ലേ എന്നാണ് സുധാകരന്റെ ചോദ്യം. RSS BJP പ്രവർത്തകർ കതിരൂരെ ജയരാജന്റെ വീട്ടിൽ വെച്ച് 1999 ഓഗസ്റ്റിൽ അദ്ദേഹത്തെ വധിക്കുവാൻ ശ്രമിച്ചു. കേസിൽ RSSകാർക്കെതിരെ എടുത്ത കേസിലും ഇത്തരം ഒരു വിധി ഉണ്ടായി. നാടൻ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കേസിലെ ഒരാൾ ഒഴികെ എല്ലാ പ്രതികളെയും കോടതി മോചിപ്പിച്ചു. ചിരുകണ്ടത്ത് പ്രകാശിനെ മാത്രമാണ് ഹൈക്കോടതി കുറ്റക്കാരനായി കണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് സെഷൻസ് കോടതി കൊടുത്ത 10 വർഷത്തെ കഠിന തടവ് 1 വർഷത്തെ സാധാരണ തടവാക്കി. 2024 ഫെബ്രുവരി 29-നായിരുന്നു കോടതി വിധി. തലശ്ശേരി കോടതി 2007-ൽ ശിക്ഷിച്ച പ്രതികളായ പാരാ ശശി, ഇളംതോട്ടത്തിൽ മനോജ്, ജയപ്രകാശൻ,
കടിച്ചേരി അജി, മനോജ് എന്നിവരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. കുന്തിയിൽ ഷാനൂബ്, കോവേരി പ്രമോദ്, തയ്യങ്കച്ചനി മോഹൻ എന്നിവരെ സെഷൻസ് കോടതി വെറുതെ വിട്ടു. ഇതിനെതിരെ സംസ്ഥാന സർക്കാരും അപ്പീൽ കൊടുത്തിരുന്നു. ഹൈക്കോടതി മാറ്റി. 2 നാടൻ ബോംബുകൾ പൊട്ടി. ഭാര്യയുടെയും പെങ്ങളുടെയും സാക്ഷി വിശ്വസിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. ബോംബ് പൊട്ടിയ സംഭവ സ്ഥലത്തുണ്ടായിരുന്നിട്ടും അവർക്ക് പരിക്കില്ല. അവരുടെ വസ്ത്രത്തിൽ രക്തക്കറയുണ്ടെന്ന് കാണിക്കാൻ അവ കോടതിയിൽ ഹാജരാക്കിയതും ഇല്ല. പ്രതിയുടെ സഹോദരി പറഞ്ഞതും വിശ്വസിക്കാനാവില്ല. അവർ അന്ന് ധരിച്ചിരുന്ന വസ്ത്രവും ഹാജരാക്കിയില്ല. ഓങ്കോളിൽ വെച്ച് പിണറായി എന്നോർത്താണ് തന്നെ വെടിവെച്ചതെന്നാണ് EP ഇപ്പോൾ പറയുന്നത്. പിണറായിക്ക് പകരക്കാരനായി പീഡനം ഏറ്റതിന്റെ പല കഥകളും EP പറയാറുണ്ട്. വിമാനത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസുകാരുടെ അടക്കം പലരുടെയും പീഡനങ്ങൾ. പക്ഷേ എന്നിട്ടും പിണറായി കാര്യത്തോട് അടുക്കുമ്പോൾ ജയരാജനെ തള്ളിപ്പറയുന്നു. 1ാം മന്ത്രിസഭയിൽ നിന്നും രാജിവെപ്പിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കൊടുത്തില്ല. അങ്ങനെ പലതും. BJP വിവാദം വന്നപ്പോൾ ജയരാജൻ സൂക്ഷിക്കണം എന്ന് പരസ്യമായി പറഞ്ഞു. EP ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. അദ്ദേഹം BJPയിലേക്ക് എന്ന പ്രചാരണത്തിന്റെ പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കുവാൻ ആകില്ലെന്ന് കേരള പോലീസ് പറഞ്ഞതും അത്തരത്തിൽ മറ്റൊരു അനുഭവം ജയരാജൻ DGPക്ക് കൊടുത്ത പരാതി അദ്ദേഹം കഴക്കൂട്ടം ACPക്ക് കൈമാറി. പരാതി പരിശോധിച്ച അദ്ദേഹം രാഷ്ട്രീയ ഗൂഢാലോചനയെക്കുറിച്ച് കോടതി നിർദ്ദേശം ഉണ്ടെങ്കിലേ പോലീസിന് കേസെടുക്കാനാവൂ എന്ന് ചൂണ്ടിക്കാണിച്ച് DGPക്ക് മറുപടി കൊടുത്തു. ഇനി EP എന്താവുമോ ചെയ്യുക? വടകര തെരഞ്ഞെടുപ്പിൽ KK ശൈലജയെ പറ്റി കാഫിറിന് വോട്ട് ചെയ്യരുത് എന്ന പ്രചാരണം ഉത്ഭവിച്ചത് എവിടെ നിന്നും? പിണറായിയുടെ സൈബർ പോലീസ് കിണഞ്ഞു ശ്രമിച്ചിട്ടും അതിന്റെ ഉറവിടം കണ്ടെത്താനാവാത്തത് വല്ലാത്ത സമസ്യ ആവുകയാണ്. നേര് പറഞ്ഞാൽ അമ്മ തല്ലിക്കൊല്ലും എന്ന ഭീതിയാണ് പോലീസിന് എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനന്റെ മകനടങ്ങുന്ന സംഘമാണ് അത് പ്രചരിപ്പിച്ചതെന്ന് RMPക്കാർ പറയുന്നു. അപ്പോൾ ശൈലജ ടീച്ചറെ സ്നേഹിച്ചു കൊല്ലാനും ഒരു അജണ്ട ഉണ്ടായിരുന്നുവോ കാരണഭൂതന്? കേരളത്തിൽ എന്തെല്ലാം ഭീകരതകളാണ് നടക്കുന്നത്? ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തി അവയവദാനം നടത്തി വന്ന തൃശൂർ വല്ലപ്പാട് സ്വദേശി സാബിത് നാസർ അറസ്റ്റിലായതോടെ പുതിയ വൈകൃതം കൂടി വെളിച്ചത്തു വരുന്നു. പെൺകുട്ടികളെ ചതിച്ച് അന്യനാടുകളിലേക്ക് കൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കുന്നത് പോലെ ഒരു കച്ചവടം. 2019 സ്വന്തം വൃക്ക വിറ്റതോടെയാണത്രേ സാബിത്ത് ഈ കച്ചവടം ആരംഭിക്കുന്നത്. ഇതിനകം 19 പേരെ കടത്തി. ഇവരിൽ പാലക്കാട്ടുകാരൻ ഷാബിൻ മാത്രമാണ് മലയാളി എന്നാണ് അദ്ദേഹം പോലീസിൽ സമ്മതിച്ചത്. മറ്റുള്ളവർ ബാംഗ്ലൂർ, ഹൈദരാബാദ് സ്വദേശികളാണത്രേ. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീലങ്ക, കുവൈറ്റ്, ഇറാൻ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഗൂഢസംഘത്തിലെ കണ്ണിയാണ് അദ്ദേഹം എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഒരു കിഡ്നി കൊടുത്തപ്പോൾ 60 ലക്ഷം കിട്ടും. ഇരയ്ക്ക് 2-3 ലക്ഷം കൊടുക്കും. പരമാവധി 6 ലക്ഷം വരെ കൊടുക്കും എന്നാണ് സാബിത്ത് പറഞ്ഞത്. 10 ലക്ഷം വരെ ഓഫർ ചെയ്യും. ഇറാനിൽ വിദേശികളിൽ നിന്നും അവയവം സ്വീകരിക്കുവാൻ ഉദാര വ്യവസ്ഥയാണ് പോലും. മുസ്ലിം ശരീഅത്ത് നിയമമനുസരിച്ച് അവയവദാനം അനുവദനീയമല്ല, പക്ഷേ സ്വീകരിക്കാം. അതുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളിലെല്ലാം അതിന് നല്ല വിപണിയുണ്ട്. ഇറാനിൽ കച്ചവടം നടത്തി നെടുമ്പാശ്ശേരിയിൽ തിരിച്ചു വന്നപ്പോഴാണ് സാബിത്ത് പിടിയിലായത്. വലിയ കണ്ണിയിലെ ഒരാൾ. എല്ലാവരും ഉണരും. കേസ് തേഞ്ഞുമാഞ്ഞ് പോകാനാണ് ഇട. കേരളത്തിലെ വനത്തിൽ സർക്കാരും പരിസ്ഥിതി സ്നേഹികളും വല്ലാതെ എതിർക്കുന്ന യൂക്കാലി നടാൻ എന്തുകൊണ്ട് KFDC MD ഇത്ര ആവേശം കാണിച്ചു? വനം നശിപ്പിക്കുന്ന മൃഗങ്ങൾക്ക് തീറ്റ ഇല്ലാതാകുന്ന ദുരന്തമാണ് യൂക്കാലി എന്നറിയാതെയല്ലല്ലോ ഈ നീക്കം. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിന് കാരണമാകുന്നത് കാട്ടിലെ ജലക്ഷാമവും ഭക്ഷണക്ഷാമവും ആണെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ടാക്കുന്ന യൂക്കാലി കൃഷി തന്നെ നടത്തണം എന്ന് കോർപ്പറേഷൻ MDക്ക് എന്തേ ഇത്ര ആവേശം തോന്നി? വനം കോർപ്പറേഷൻ MDയുടെ ആവർത്തിച്ചുള്ള ആവശ്യപ്രകാരമാണ് അനുമതി കൊടുത്തതെന്ന ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം വലിയ അന്വേഷണം ആവശ്യപ്പെടുന്നതാണ്. നല്ല ഉദ്ദേശത്തോടെയാണ് MD ഈ നീക്കം നടത്തിയത് എന്ന് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. MD മെയ് 7 വാങ്ങിയ അനുമതി മെയ് 21 റദ്ദാക്കി.
വനത്തിൽ വളരുന്ന യൂക്കാലി മുറിക്കാൻ മാത്രമുള്ള അനുമതിയാക്കി. അപകടം ഒഴിവായെങ്കിലും വിനാശകരമായ പ്രവൃത്തിക്ക് മനഃപൂർവ്വം ശ്രമിച്ച MDക്കെതിരെ കേസെടുക്കണ്ടേ? അതുണ്ടാവാൻ ഇടയില്ല. കാരണം അദ്ദേഹം ആരുടെയും ചട്ടുകമായിരുന്നിരിക്കണം. സ്വന്തക്കാർക്ക് നിയമനം, സ്ഥലം മാറ്റം തുടങ്ങിയവയ്ക്കായി എല്ലാ വകുപ്പുകളിലും തന്നെ നീക്കങ്ങൾ നടക്കുന്നു. അതിലൊന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് മറികടന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ സ്ഥലം മാറ്റ ഉത്തരവിറക്കിയത്. ഈ പ്രവൃത്തിക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനോട് മാപ്പ് പറഞ്ഞു. കണ്ടുപിടിക്കപ്പെടാത്ത എത്രയോ സംഭവങ്ങൾ വേറെയുണ്ടാവും. സർക്കാരുമായുള്ള പോരാട്ടത്തിൽ വല്ലാതെ പരിക്കേറ്റ നിലയിലാണ് ചാൻസലർ. സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച് സർവകലാശാല സെന്ററുകളിലേക്ക് അദ്ദേഹം നടത്തിയ നോമിനേഷനുകളെ ഹൈക്കോടതി റദ്ദാക്കി. സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ്. അപ്പീലിന് കോടതികൾ മുകളിൽ ധാരാളമുണ്ട്. കോടതി ചെലവ് ജനം കൊടുക്കുന്നതുകൊണ്ട് മന്ത്രിമാർക്കോ ഗവർണർക്കോ വിഷയവുമല്ല. ചട്ടം പാലിച്ചല്ല നോമിനേഷനുകൾ നടത്തിയത്. കൂടുതൽ യോഗ്യത ഉള്ളവരെ തള്ളി എന്നതാണ് കോടതി ചാൻസലറുടെ തീരുമാനത്തെ തള്ളാൻ കാരണമായത്. കൂടുതൽ യോഗ്യത ഉള്ളവർ എന്ന വാദം ഭാവിയിൽ ധാരാളം കേസുകൾക്ക് വഴി തുറക്കാവുന്നതാണ്. എന്നാൽ സർക്കാർ സെനറ്റിലേക്ക് നിയോഗിച്ച വിദ്യാഭ്യാസ വിദഗ്ധർക്കെതിരായ പരാതി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. അതുകൊണ്ട് വൈസ് ചാൻസലറെ കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി കാര്യവുമായി ചാൻസലർ കോടതിയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തെ കാലിക്കറ്റ്, മെഡിക്കൽ, ഡിജിറ്റൽ എന്നീ 3 സർവകലാശാലകൾക്ക് മാത്രമാണ് ഇപ്പോൾ വൈസ് ചാൻസലർമാർ ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മന്ത്രിസഭ കൊടുത്ത കുറെ നിയമനങ്ങൾക്ക് ഗവർണർ അംഗീകാരം കൊടുത്തപ്പോൾ അവർ തമ്മിലുള്ള വഴക്ക് തീർന്നു എന്ന് കരുതിയവർക്ക് തെറ്റി. ഏതായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി സർക്കാർ തയ്യാറാക്കിയ ഓർഡിനൻസ് ഗവർണർ ഒപ്പിട്ടില്ല. തെരഞ്ഞെടുപ്പ് ചട്ടം പറഞ്ഞ് തിരിച്ചയച്ചു. അവർ അംഗീകരിച്ചു വരുന്നതുവരെ ഇനി അത് സംബന്ധിച്ച് ഒന്നും ഉണ്ടാവില്ല. അതിനിടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി തീരുകയാണ്. മോദി തിരിച്ചു വരുമോ? വന്നാൽ തന്നെ ആരിഫ് തുടരുമോ എന്നെല്ലാം അറിയേണ്ടതുണ്ട്. ആരവങ്ങൾക്കിടയിൽ ജനങ്ങൾക്കു വേണ്ടി കാര്യമായി ഒന്നും ചെയ്യാതെ പിണറായി സർക്കാർ 4ാം വർഷത്തിലേക്ക് കടക്കുന്നു. 2021 ഏപ്രിൽ 6-ന് കേരളത്തിൽ നടന്ന വോട്ടെടുപ്പിലൂടെയാണ് ചരിത്രം കുറിക്കുന്ന തുടർഭരണത്തിന് പിണറായി എത്തുന്നത്. 2021 മെയ് 2-ന് തിരഞ്ഞെടുപ്പ് ഫലം വന്നു. മെയ് 20-ന് 21 അംഗ മന്ത്രിസഭ അധികാരമേറ്റു. സ്വർണ്ണക്കടത്ത് വിവാദം, ലൈഫ് മിഷൻ, സ്പ്രിംഗ്ലർ അഴിമതി എന്നിവയെല്ലാം ഉണ്ടായിട്ടും 2 പ്രളയങ്ങളെ നേരിട്ടതും നിപ്പ, കോവിഡ് കാലത്തെ തരണം ചെയ്തതും 1-ാം മന്ത്രിസഭയ്ക്ക് തിളക്കമുണ്ടാക്കി, മുഖ്യമന്ത്രിക്കും. അതുകൊണ്ട് ഭരണ തുടർച്ച തന്റെ വലിയ നേട്ടമായി അദ്ദേഹം കരുതി. സ്വന്തം മരുമകനടക്കം പിണറായിയും കുട്ടിയോളും എന്ന് ചിത്രീകരിക്കത്തക്ക വിധത്തിലാണ് മന്ത്രിമാരെ നിയോഗിച്ചത്. പ്രഗത്ഭർ എന്ന് പറയാൻ ആരുമില്ല. 3 വർഷമായി അത്തരം ഒരു പേരുദോഷം ആരും ഉണ്ടാക്കിയിട്ടും ഇല്ല. ജലീലിന്റെ ക്രൂരകൃത്യങ്ങളോ മഹാമാരിയുടെ മറവിൽ നടന്ന കച്ചവടങ്ങളോ അന്ന് ആരും അറിഞ്ഞില്ല എന്നത് സത്യം. 4ാം പിറന്നാൾ ദിനത്തിൽ പുറത്തുവന്ന ഒരു സങ്കട വാർത്ത അനുസരിച്ച് കേരളത്തിലെ കർഷകരുടെ പെൻഷൻ പദ്ധതി നിർത്തലാക്കുകയാണ്. 1-ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് പ്രഖ്യാപിച്ചതാണ് ഈ പദ്ധതി. പദ്ധതിക്കായി 22 അംഗ ക്ഷേമനിധി ബോർഡും ആരംഭിച്ചു. 20 ലക്ഷം പേരെ ചേർക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. തുടങ്ങിയ പദ്ധതി 20,000 പേര് പോലും ആയില്ല. തസ്തിക ഉണ്ടാക്കി. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. 100 രൂപയാണ് ഏറ്റവും കുറഞ്ഞ അംശദായം. ഉപഭോക്താവിന് എത്ര തുകയും അടയ്ക്കാം. ഉപഭോക്താവ് അടയ്ക്കുന്നത്ര തുക സർക്കാരും അടയ്ക്കും. പരമാവധി 250 രൂപ വരെയാണ് സർക്കാർ അടയ്ക്കുക. 30 മാസമായി സർക്കാർ വിഹിതം ഇല്ല. 60 വയസ്സുവരെയാണ് വിഹിതം അടയ്ക്കേണ്ടത്. 5 വർഷമെങ്കിലും അംശദായം അടച്ചവർക്ക് പെൻഷൻ ലഭിക്കും. ഇതനുസരിച്ച് 2027 ജനുവരി മുതൽ പെൻഷൻ കൊടുത്ത് തുടങ്ങണം. രജിസ്ട്രേഷനുള്ള പോർട്ടൽ തുറന്നത് പുതിയ സർക്കാരാണ്. 2021 ഡിസംബർ 1-നായിരുന്നു അത്. തുടർന്ന് 18,404 പേർ രജിസ്റ്റർ ചെയ്തു. അവരിൽ 15,343 പേരുടെ നടപടികളാണ് പൂർത്തിയായത്. പദ്ധതി സംബന്ധിച്ച് ബോർഡ് പ്രതിമാസ അവലോകനം നടത്തിയിരുന്നു. പെൻഷൻ എത്രയായിരിക്കണം എന്ന് പോലും തീരുമാനമായില്ല. വിഹിതം അടയ്ക്കുന്ന പെൻഷൻ പദ്ധതി പോലും മുടങ്ങുന്നത് വല്ലാത്ത അനുഭവമാണ്. പദ്ധതി തുടരേണ്ടതില്ലെന്ന് നിർദ്ദേശം കൊടുത്തതായാണ് ചോർന്നുവരുന്ന വിവരം.
6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തുക 1600 രൂപയാക്കിയെന്ന് ചിലപ്പോൾ അവകാശവാദം പറയാറുണ്ട്. പക്ഷേ 2500 രൂപ ആക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് വോട്ട് പിടിച്ചവരാണ് എന്ന് ഓർക്കുക. സർക്കാർ പെൻഷൻകാർക്ക് പരിഷ്കരണ കുടിശ്ശികയുടെ 4ാം ഗഡു കുടിശ്ശികയാണ്. ക്ഷേമബത്ത വർധനയുടെ 3ഉം 4ഉം ഗഡുക്കൾ കുടിശ്ശികയാണ്. കാരുണ്യ പദ്ധതി നിലച്ച മട്ടാണ്. ആശുപത്രികളിൽ മരുന്നില്ല. ശസ്ത്രക്രിയകൾ മുടങ്ങി. പെട്രോളിന് പോലും ഭാരതത്തിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത നികുതിയാണ്. പെൻഷൻ കൊടുക്കാൻ ചുമത്തിയതാണത്രേ ആ നികുതി. വൈദ്യുതി വെള്ളക്കരങ്ങൾ കുത്തനെ കൂട്ടി. ഈ വർഷം വിരമിക്കേണ്ടി വരുന്ന 9000 ജീവനക്കാർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ഒന്നും കൊടുക്കാനുള്ള പണം സർക്കാരിനില്ല. സർക്കാർ വല്ലാത്ത സ്ഥിതിയിലാണ്. കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് പിടിച്ചു നിൽക്കാനാവാത്ത നില. എന്നിട്ടും സർക്കാരും കേരളവും കുതിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കിഫ്ബി വഴി 8 വർഷം കൊണ്ട് 83,000 കോടിയുടെ പദ്ധതി നടപ്പാക്കിയത്രേ. ഹരിത കേരള മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം ലൈഫ് മിഷൻ 4 ലക്ഷം വീട് കൊടുത്ത് ക്ഷേമ പെൻഷൻ 1600 രൂപയാക്കി. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, പവർ ഹൈവേ, ദേശീയ ജലപാത, വാട്ടർ മെട്രോ, കൊച്ചി മെട്രോ, 30,000 പുതിയ തസ്തികകൾ. മുഖ്യമന്ത്രി പറയുന്ന അവകാശവാദങ്ങൾ കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാതെ വരും. കൊച്ചി വാട്ടർ മെട്രോ തുടങ്ങിയതും ദേശീയപാത വികസനവും വിഴിഞ്ഞം തുറമുഖവും കേന്ദ്രം വകയാണെന്ന് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് അവകാശപ്പെട്ടിരുന്നു. വലിയ ആവേശത്തോടെ കൊണ്ടുവന്ന സിൽവർ ലൈൻ മരവിപ്പിക്കേണ്ടി വന്നു. 14,000 ദരിദ്ര കുടുംബങ്ങൾക്ക് വൈഫൈ എത്തിക്കാനുള്ള ഫോൺ പൊളിഞ്ഞു. നഗരത്തിലെ അമിത വേഗക്കാരെ കണ്ടുപിടിക്കാൻ വെച്ച നിർമ്മിത ബുദ്ധി ക്യാമറകൾ കണ്ണടച്ചു. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതി റോഡുകൾ ഉണ്ടായിരുന്ന നല്ല റോഡുകൾ പോലും കുളമാക്കി. നവകേരള സദസ്സ് ഉണ്ടാക്കിയത് പേരുദോഷം. ലോക കേരള സഭയ്ക്ക് എന്തിന് പണം മുടക്കുന്നു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി. എന്നിട്ടും കേരളത്തിലെ നേതാക്കളിൽ ജനപ്രീതിയിൽ ഇപ്പോഴും പിണറായിയാണ് ഒന്നാമൻ എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കാണിച്ചു. അദ്ദേഹം ചെന്നെടുത്ത എല്ലാം വലിയ ജനക്കൂട്ടം. 2021 ജനാധിപത്യ മുന്നണിയിൽ നിന്നും മാണിക്കാരെ കൊണ്ടുവന്നതുപോലെ 2026 ആകുമ്പോഴേക്കും ലീഗിനെ കൊണ്ടുവരാനായാൽ 3ാം ഊഴത്തിനും സാധ്യതയുണ്ട്. ഇത്തരം കളികൾക്കൊന്നും ശേഷിയോ വിശ്വാസ്യതയോ ഉള്ളവർ കോൺഗ്രസിലില്ല. പരസ്പരം കാലുവരുന്ന അവർ ഒരാളെയും നേതാവായി അംഗീകരിക്കില്ല. തനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇടത്തോ BJPയിലോ ചേരും. പിണറായിയുടെ ഏറ്റവും വലിയ ശക്തി ഈ പ്രതിപക്ഷമാണ്. ശക്തനായ നേതാവില്ലാത്തത് കോൺഗ്രസിനെ വല്ലാതെ വലയ്ക്കുന്നു. മുന്നണിയിൽ നിന്ന് പോയവരെ തിരികെ കൊണ്ടുവരാൻ പോലും കഴിയുന്ന ഒരു നേതാവ് വേണം. അടുത്ത വർഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും. പിന്നത്തെ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ജനങ്ങളെ സേവിക്കുന്നതും തമ്മിൽ വലിയ ബന്ധം ഇല്ലാതെ വരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും പിണറായി ചിരിക്കും, തീർച്ച. കേരളത്തിന്റെ അഭിമാന നദിയാണ് പെരിയാർ. 224 കിലോമീറ്റർ ദൂരം ഒഴുകുന്ന പെരിയാർ അവസാന ലാപ്പിൽ എലൂർ, എടയാർ വ്യവസായ മേഖലയിൽ എത്തുന്നതോടെ വിഷനദിയായി മാറുകയാണ്. 280 വ്യവസായശാലകൾ ഉള്ള പ്രദേശമാണിത്. വലിയ എല്ലാ കമ്പനികളും തന്നെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ രീതി അവലംബിക്കുന്നതായി പറയുന്നു. എങ്കിലും ധാരാളം കമ്പനികൾ അവരുടെ മാലിന്യം പെരിയാറ്റിൽ ഒഴുക്കുന്നു. അങ്ങനെ പെരിയാറിന്റെ നിറം ചുവപ്പും തവിട്ടും കറുപ്പുമായി മാറുന്നു. പാതാളം റെഗുലേറ്റർ കംബ്രിഡ്ജ് തുറക്കുമ്പോഴാണ് പെരിയാർ നിറം മാറി ഒഴുകുന്നത്. വെള്ളത്തിൽ അമോണിയ, നൈട്രജൻ അളവ് കൂടുന്നതാണ് വിഷയം. 2015 46 തവണ നിറം മാറി ഒഴുകി. 2016 29 തവണ, 22 24 തവണ, 23 12 തവണ. 2022 മെയ് 27 ഈ മേഖല സംബന്ധിച്ച ഗ്രീൻ ട്രിബ്യൂണൽ വിധി വന്നതാണ്. 23 മെയ് 27 മുമ്പ് പെരിയാറ്റിലേക്കുള്ള എല്ലാ അനധികൃത കുഴലുകളും നീക്കം ചെയ്യണം. എന്നാൽ 23 മെയ് 27 നടത്തിയ ജലപരിശോധനയിലും പെരിയാറ്റിലെ വെള്ളത്തിൽ വിനാശകരമാം വിധം രാസമാലിന്യ സാന്നിധ്യം കണ്ടു. പെരിയാറ്റിന്റെ നിറം മാറുമ്പോൾ ഇരുകരകളിലും ജീവിക്കുന്നവർ മാത്രമല്ല, തലമുറകളാണ് ദുരിതത്തിലാവുന്നത്. എൻഡോസൾഫാൻ പോലെ ഇവിടെയും മരണം വിതയ്ക്കപ്പെടുന്നു. അതിന്റെ ഏറ്റവും അടുത്ത അടയാളമാണ് 1972 മുതൽ ഉണ്ടാകുന്ന മത്സ്യക്കുരുതി. 2024 മെയ് 20 ഏറ്റവും പുതിയ കുരുതി നടന്നത്. പ്രതീക്ഷിച്ചു വളർത്തിയ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി.
കരിമീൻ, കൂരി, കൊഞ്ച, പള്ളത്തി, ചെമ്പല്ലി, ചെമ്മീൻ, ചെറുമത്സ്യങ്ങൾ എന്നിവയാണ് ചത്തുപൊങ്ങിയത്. 1998 കുരുതി കഴിഞ്ഞാൽ ഏറ്റവും വലുതാണ് ലോക ജൈവ വൈവിധ്യ ദിനത്തിന്റെ തലേന്ന് പെരിയാറിൽ ഉണ്ടായത്. 2024 9 തവണ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തു. മത്സ്യങ്ങൾ പെട്ടെന്ന് ചാവും, മനുഷ്യനോ അത്ര വേഗം ചാവില്ല. ആലുവയിലും ചൊവ്വരയിലും കുടിവെള്ള പദ്ധതിക്ക് വേണ്ട വെള്ളം എടുക്കുന്നത് പെരിയാറ്റിൽ നിന്നാണ്. ആരും ഒന്നും ഗൗരവമായി എടുക്കുന്നില്ല. തുടർ നടപടികളും ഇല്ല. ഇന്നത്തെ നിലയിൽ പോയാൽ ഈ പ്രപഞ്ചത്തിൽ ജീവൻ എത്ര കാലം കൂടി ഉണ്ടാവും? പരമാവധി 100 വർഷം കൂടി എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. 2050 മുതൽ ജലപ്രതിസന്ധിയും ഭക്ഷ്യക്ഷാമവും അവർ പ്രവചിക്കുന്നു. 2023 നാം അനുഭവിച്ചത് ഏറ്റവും ഉയർന്ന ചൂടായിരുന്നു. 2024 പിന്നെയും കൂടി. 2025 ഇനിയും കൂടും. ജീവിതം വല്ലാതെ ദുസ്സഹമാകുന്നു. ഇല്ലാതാകുന്ന വനസമ്പത്ത്, നശിപ്പിക്കപ്പെടുന്ന പ്രകൃതി വിഭവങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം എല്ലാം അപായ സൂചനകളാണ്. ഉഷ്ണതരംഗവും സൂര്യതാപവും പ്രളയവും കൂടെ കൂടി വരും. മഞ്ഞുമലകൾ ഉരുകുന്നു. എന്തു ചെയ്താലും നമുക്കവ പുനഃസൃഷ്ടിക്കാനാവില്ല. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് സ്വാഭാവികമായി രൂപപ്പെടാൻ 1000 വർഷം വേണം. ഭൂജലം സുസ്ഥിര നിലയിലാകുവാൻ 2000 വർഷവും വായുവും ജലവും മണ്ണും സസ്യങ്ങളും മനുഷ്യന് സൃഷ്ടിക്കാനാവില്ല. ശരാശരി 20 ദിവസം ചൂടാകുന്ന കടലുകൾ ഇപ്പോൾ 200 ദിവസം ചൂടാകുന്നു. 11 വർഷം കൂടുമ്പോൾ സൗരചക്രത്തിന് വ്യതിയാനമുണ്ടാകുന്നു. ഇപ്പോഴത്തെ രീതി ഇനി 7 വർഷം കൂടി തുടരും. കാർബൺ കൂടുന്നു. ഭൂമിയുടെ താപനില കൂടുന്നു. കടൽ വെള്ളം വേഗം നീരാവിയാകുന്നു. അധികം ഉയരാതെ തന്നെ മഴമേഘങ്ങളുണ്ടാകുന്നു. പെരുമഴ പെയ്യുന്നു. നമുക്ക് ഇങ്ങനെ പോകാനാവില്ല. ഒരു പാരിസ്ഥിതിക മാനസാന്തരം അത്യാവശ്യമാണ്. ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ തികച്ചും പ്രവാചക വചനമായി മാറുന്നു. 18ാം ലോക്സഭയിലേക്കുള്ള പ്രചാരണം അവസാന ഘട്ടമാവുകയാണ്. 3ാം വട്ടം വരുന്നതോടെ അഴിമതിക്കാരെ എല്ലാം ജയിലിലാക്കും എന്നാണ് മോദിയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനം. 20 ലക്ഷം കോടി രൂപയുടെ അഴിമതി പണം സൂക്ഷിക്കാനാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയതെന്ന് മോദി പരിഹസിക്കുന്നു. മോദി ഒരു ലാസ്റ്റ് ഇന്നിംഗ്സിന് പാഡണിഞ്ഞാൽ ആരെല്ലാം ആവുമോ ജയിലിൽ പോവുക? ഇന്ത്യ മുന്നണി കൂടുതൽ ശൗര്യത്തോടെ ജയിക്കുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും BJP തിരിച്ചുവരും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ പോലും കണക്കുകൂട്ടൽ. അറിയപ്പെടുന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ അവർക്ക് പ്രവചിക്കുന്നത് 305 സീറ്റാണ്. ഇന്ത്യ മുന്നണിക്ക് അഥവാ ഭരണം കിട്ടിയാലും അവരുടെ MP-മാരെ BJPയുടെ വലയിൽ നിന്നും കാത്തുസൂക്ഷിക്കുക എളുപ്പമാവുമോ എന്ന ചോദ്യവും ഉണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഐക്യം കാക്കാൻ വല്ലാത്ത നീക്കം ഖാർഗെ നടത്തുന്നുണ്ട്. മമതയ്ക്കെതിരെ പറഞ്ഞ ബംഗാളിലെ അധീർ ചൗധരിക്ക് ഖാർഗെ താക്കീത് നൽകിയത് സൂചനയാണ്. മോദി പക്ഷേ 400 തന്നെ ലക്ഷ്യം വെച്ചാണ് ഓട്ടം. കർഷക സമരം, ഗുസ്തിക്കാരുടെ സമരം, തടസ്സങ്ങൾ പലതുണ്ട്. എങ്കിലും മോദി വിടുന്നില്ല. എല്ലാവരെയും ആക്രമിച്ചാണ് പ്രചാരണം. തുടർച്ചയായി 6ാം വട്ടവും ഭരണം പിടിക്കാൻ മത്സരിക്കുന്ന BJPയുടെ സുഹൃത്തായ ഒറീസയിലെ നവീൻ പട്നായിക്കിനെ പോലും മോദി കടന്നാക്രമിക്കുന്നു. ഒഡീഷയിലെ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലെ താക്കോൽ 2018 മോഷണം പോയി. അതുവരെ മോദി വിഷയമാക്കി. സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു. പോലീസ് അന്വേഷണം തുടങ്ങി. ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. അന്വേഷണം നടക്കുമ്പോൾ താക്കോലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ജില്ലാ കളക്ടർക്ക് തപാലിൽ ലഭിച്ചു. അതോടെ അന്വേഷണം ചടങ്ങായി. ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടില്ല. മോദി ഇക്കുറി നവീൻ പട്നായിക്കിനെതിരെ അതും ആയുധമാക്കി. പൂരിയിലെ താക്കോൽ BJP കണ്ടെത്തും എന്നാണ് മോദിയുടെ പ്രഖ്യാപനം. നവീനെ പിണക്കുന്നു. ആവേശം മൂത്ത പൂരിയിലെ BJP ലോക്സഭാ സ്ഥാനാർത്ഥി സംബിത് പത്ര പൂരിയിലെ ജഗന്നാഥൻ മോദിയുടെ ഭക്തനാണെന്ന് വരെ പറഞ്ഞു. പരാമർശം വിവാദമായതോടെ നാക്കുപിഴച്ചതിൽ മാപ്പുമായി അദ്ദേഹം വന്നു. പാപപരിഹാരത്തിന് വോട്ടെടുപ്പ് ദിനം വരെ ഉപവാസം ഇരുന്നു. ഭക്തജനങ്ങളെ വശത്താക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം. ആന്ധ്രയിൽ കോൺഗ്രസ് വിദഗ്ധനായ ജഗൻമോഹൻ റെഡ്ഡിയുടെ എതിരാളികളുമായി മോദി സഖ്യമുണ്ടാക്കി. 400 സീറ്റാവും ലക്ഷ്യം. അത് കിട്ടാതെ വന്നാൽ അഥവാ ഭൂരിപക്ഷമില്ലാതെ വന്നാൽ കൂട്ടുകാരെ കിട്ടാൻ പോലും ക്ലേശിക്കുന്ന സ്ഥിതി.
ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.